തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ നടപടിയുമായി ബാർ അസോസിയേഷൻ. സീനിയർ അഭിഭാഷകനായ ബെയ്ലി ദാസിനെ ബാർ അസോസിയേഷനിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. നടന്ന സംഭവത്തെക്കുറിച്ച് ബെയ്ലി ദാസ് ബാർ കൗൺസിലിൽ റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശമുണ്ട്. ഇരയ്ക്ക് പരമാവധി നിയമസഹായം ഉറപ്പാക്കുമെന്നും ബെയ്ലി ദാസിനെതിരെ അന്വേഷണം നടത്തുമെന്നും ബാർ അസോസിയേഷൻ അറിയിച്ചു. പാറശാല സ്വദേശിയായ അഭിഭാഷക ശ്യാമിലിയെയാണ് സീനിയർ അഭിഭാഷകൻ ക്രൂരമായി മർദ്ദിച്ചത്. മോപ്പ് സ്റ്റിക്ക് കൊണ്ടാണ് അഭിഭാഷകൻ ശ്യാമിലിയെ മർദ്ദിച്ചത്. മുഖത്ത് പരിക്കേറ്റ അഭിഭാഷക ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉച്ചയ്ക്ക് 12:30ഓടെയായിരുന്നു സംഭവം. വഞ്ചിയൂർ മഹാറാണി ബിൽഡിംഗിലെ ഓഫീസിൽ വെച്ചാണ് മർദ്ദിച്ചത്. ശ്യാമിലിയും അഭിഭാഷകനും തമ്മിൽ രാവിലെ തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് മർദ്ദനമുണ്ടായത്. കണ്ടുനിന്നവർ ആരും എതിർത്തില്ല എന്ന് ശ്യാമിലി ആരോപിച്ചു. അഭിഭാഷകനിൽ നിന്നും ഇതിനു മുമ്പും മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പരാതിക്കാരിയായ അഭിഭാഷക പറഞ്ഞു. കാരണം പറയാതെ ജൂനിയർ അഭിഭാഷകരെ ജോലിയിൽ നിന്നും പറഞ്ഞുവിടുന്നത് പതിവാണ്, ശ്യാമിലിയുടെ ഭർത്താവ് ആരോപിച്ചു. ശ്യാമിലി ജോലിക്ക് കയറിയതിനു ശേഷം മാത്രം 8 പേരെ പുറത്താക്കി. കഴിഞ്ഞ ദിവസം ശ്യാമിലിയെ വിളിച്ച് ജോലിക്ക് വരണ്ട എന്നറിയിച്ചു. കാരണം തിരക്കിയ ശ്യാമിലിയോട് അത് നീ അറിയേണ്ട കാര്യമില്ലെന്ന് സീനിയർ അഭിഭാഷകൻ പറഞ്ഞു. തുടർന്നായിരുന്നു മർദ്ദനം. അതേസമയം 2 ജൂനിയർ അഭിഭാഷകർ തമ്മിൽ തർക്കമുണ്ടായിരുന്നെന്നും അത് ചോദ്യം ചെയ്തപ്പോൾ മുഖത്തു നോക്കി അസഭ്യം പറഞ്ഞത് കൊണ്ടാണ് മർദ്ദിച്ചതെന്നും ബെയ്ലി ദാസ് പറയുന്നു. യുവതിയുടെ മുഖത്ത് മർദ്ദനമേറ്റ ചതവുണ്ട്. ഇവരെ കൂടുതൽ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും.